രാജ്യത്ത് എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്പ് ചെയ്യണം. അങ്ങനെ ഡെവലപ്പ് ചെയ്താൽ മാത്രമേ നമ്മുടെ രാജ്യത്ത് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ. പുതിയ പുതിയ ബിസിനസ്സൊക്കെ വന്നാലല്ലേ നമ്മുടെ രാജ്യത്ത് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പ്രൊമോഷണൽ ഏജൻസീസ് ചോദിക്കും, ഈ എൻ്റർപ്രണർഷിപ്പ് പ്രൊമോട്ട് ചെയ്യുന്ന ഏജൻസീസ് ഏതൊക്കെയാണ്. ഓക്കെ, രാജ്യത്ത് എൻ്റർപ്രണർഷിപ്പ് പ്രൊമോട്ട് ചെയ്യുന്ന ഏജൻസീസ് ഏതൊക്കെയാണെന്ന് ചോദിക്കും. ആ ക്വസ്റ്റ്യനാണ് നമ്മൾ ഇതൊക്കെ പ്രൊമോഷൻ ഏജൻസീസാണ്. ക്വസ്റ്റ്യൻ ഹെഡിങ് ഞാൻ എഴുതിയില്ല, നിങ്ങൾ തന്നെ എഴുതിക്കൊള്ളണം. പ്രൊമോഷണൽ ഏജൻസീസ്, രാജ്യത്ത് EDP പ്രൊമോഷൻ ചെയ്യുന്ന ഏജൻസീസ്. ഒന്ന് NMCC, അതായത് നാഷണൽ, ഇവിടെ പറയുന്നുണ്ട് നാഷണൽ മാനുഫാക്ചറിങ് കോമ്പറ്റീറ്റീവ്നെസ് പ്രോഗ്രാം. ഓക്കെ, നാഷണൽ മാനുഫാക്ചറിങ് കോമ്പറ്റീറ്റീവ്നെസ് പ്രോഗ്രാം, വിഷണറി ലീഡേഴ്സ് ഫോർ മാനുഫാക്ചറിങ് പ്രോഗ്രാം, ജോയിൻ്റ്ലി കണ്ടക്ട് ബൈ ദി ഗവൺമെൻറ്, അക്കാഡമി ആൻഡ് ഇൻഡസ്ട്രി. ഓക്കെ, ഗവൺമെൻറ്റുമായിട്ട് ജോയിൻ ചെയ്ത് എൻ്റർപ്രണർഷിപ്പ് രാജ്യത്ത്, അതായത് മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ ചെയ്യുന്ന സാധനങ്ങൾ, അതായത് പ്രൊഡക്ഷൻ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യുക, അതാണ് ഇവരുടെ ലക്ഷ്യം. അത് ഗവൺമെൻറ്റുമായിട്ട് ജോയിൻ ചെയ്ത് ഇവരെന്ത് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. ഫോർ ഓപ്പർച്യൂണിറ്റീസ് A, B, C ആൻഡ് D ഫോർ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് മാനേജേഴ്സ് ടു ഡെവലപ്പ് ഡിഫറെൻറ്റ് ലീഡർഷിപ്പ് സ്കില്ല്. അതായത് മാനേജ്മെൻറ്റിൻ്റെ സ്കിൽസിൻ്റെ അടിസ്ഥാനത്തിൽ മാനേജേഴ്സിന് A, B, C ആൻഡ് D എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. A എന്ന് പറഞ്ഞാൽ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള എൻ്റർപ്രണേഴ്സ്. ഇപ്പോൾ ഒരു MBA കഴിഞ്ഞ ഒരാളൊക്കെയാണ് പോകണമെങ്കിൽ അയാളെ A ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തും. ഇനി ഒരു ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് പോകുന്ന ആളാണെങ്കിൽ അയാളെ B ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തും. ഇനി മാനേജ്മെൻറ്റ് സ്കില്ലൊന്നുമില്ല, പക്ഷേ അയാൾക്ക് ബിസിനസ് തുടങ്ങണമെന്ന് താല്പര്യമുണ്ട്, അയാൾ C ഗ്രൂപ്പിൽ തുടങ്ങും. അടുത്ത് D എന്ന് പറഞ്ഞാൽ എന്താണ്, അദ്ദേഹത്തിന് എന്താണ് ബിസിനസ് തുടങ്ങണം, അദ്ദേഹത്തിന് കാശോ വേറെ ഒരു എബിലിറ്റിയും കാണില്ല. അപ്പോൾ അവർക്ക് ട്രെയിനിങ് കൊടുത്ത് എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്യും. അതൊക്കെയാണ് NMCC എന്ന് പറയുന്നത്. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അഡ്വൈസ് ദ ഗവൺമെൻറ് ഓൺ ഇനിഷ്യേറ്റീവ് ഫോർ എൻഹാൻസിങ് കോമ്പറ്റീറ്റീവ്നെസ് ഓഫ് ദി ഇൻഡസ്ട്രി. ഓക്കെ, അതായത് ഗവൺമെൻറ്റിന് അഡ്വൈസ് ചെയ്യുക എങ്ങനെ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള മത്സരബുദ്ധിയുള്ള കമ്പനികളെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ അഡ്വൈസ് ദ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഓഫ് ഫിനാൻസ് ഓൺ ബഡ്ജറ്റ് ഫോർമുലേഷൻ. ബഡ്ജറ്റ് ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, നമ്മളെ ഇൻഡസ്ട്രിക്കൊക്കെ വേണ്ടി എത്ര ഫിനാൻസ് മാറ്റി വയ്ക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ ഫങ്ഷൻസ് ആർ സെക്രട്ടേറിയറ്റ് ഹൈ ലെവൽ കമ്മിറ്റി ഓൺ മാനുഫാക്ചറിങ് ചെയർഡ് ബൈ ദി പ്രൈം മിനിസ്റ്റർ. ഓക്കെ, അതായത് ഇതിൻ്റെ ഹെഡ് എപ്പോഴും എന്തായിരിക്കും, പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. പിന്നെ എന്താണ്, ഇതെന്താ ചെയ്യുന്നത്, ഒരു ഹൈ ലെവൽ കമ്മിറ്റി എന്ത് ചെയ്യുക, രൂപീകരിക്കുക. ഫങ്ഷൻസ് ആസ് ദി മെയിൻ സെക്രട്ടേറിയറ്റ് ഓഫ് ദി എംപവേർഡ് സബ് കമ്മിറ്റി ഓഫ് ദി HLCM അണ്ടർ ദി ചെയർമാൻഷിപ്പ് ഓഫ് ചെയർമാൻ NMCC ടു ഫെസിലിറ്റേറ്റ് ഫങ്ഷനിങ് ഓഫ് HLCM. അതായത് ഫുള്ള് പഠിക്കേണ്ട. ഫങ്ഷൻസ് ആസ് ദി മെയിൻ സെക്രട്ടേറിയറ്റ് ഓഫ് ദി എംപവേർഡ് ഓഫ് സബ് കമ്മിറ്റി. ഓക്കെ, അതായത് എന്ത് ചെയ്യുക, കമ്മിറ്റികളും സബ് കമ്മിറ്റികളും രൂപീകരിച്ച് എന്താണ് സ്കോപ്പുള്ള വ്യവസായങ്ങൾ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, ബാക്കി രണ്ട് ഓർഗനൈസേഷനിൽ രണ്ട് ചെയർമാൻഷിപ്പിൻ്റെ കാര്യമാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ പറയുന്ന HLCM ഈ പറയുന്ന NMCCയുടെ കൂടെ വരുന്നത് തന്നെയാണ്, മിനിസ്ട്രി ഓഫ് കൊമേഴ്സിൻ്റെ അണ്ടറിൽ വരുന്നത് തന്നെയാണ്. പിന്നെ സിഡോ മറ്റൊരു ഏജൻസിയാണ്. S ഫോർ സ്മോൾ I ഇൻഡസ്ട്രീസ്, D ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ. സിഡോ എന്ന് പറഞ്ഞാൽ അറിയാലോ, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ്. സ്മോൾ ഇൻഡസ്ട്രീസിനെ ഡെവലപ്പ് ചെയ്യുക, സ്മോൾ ഇൻഡസ്ട്രീസിന് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുക. പിന്നെ എന്താണ്, രാജ്യത്തിൻ്റെ ട്രേഡ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതൊക്കെ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ November 1973. സ്പിയർഹെഡ് ദ പ്രൊമോഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഇൻ ടാൻസാനിയ. ഓക്കെ, ടാൻസാനിയയിലെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്യാൻ 1973 എന്ത് ചെയ്തത്, ഇത് തുടങ്ങിയത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സിഡ്കോ സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ്. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത് 1956 കമ്പനീസ് ആക്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഡിസൈൻഡ് ടു cater needs of small and village industries. സ്മാൾ ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസിനെ ഡെവലപ്പ് ചെയ്യാനാണ് എന്ത് തുടങ്ങിയിട്ടുള്ളത്, സിഡ്കോസ് തുടങ്ങിയിട്ടുള്ളത്. റെൻഡറിങ് സർവീസ് ഫോർ 4 decades, പ്രൊവൈഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, ഡിസ്ട്രിബ്യൂട്ട് എസെൻഷ്യൽ റോ മെറ്റീരിയലൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. പിന്നെ എന്താണ്, റോ മെറ്റീരിയലൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ എവിടെ, സിഡ്കോയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസാണ്. സിഡ്കോയുടെ ഒബ്ജക്റ്റീവ് അറിയാമല്ലോ, ഗ്രോത്ത് ചെയ്യുക. എന്താണ്, സ്മോൾ ഇൻഡസ്ട്രിയെ ഗ്രോത്ത് ചെയ്യുക. പ്രൊവൈഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ലൈക്ക് റോഡ്, ഡ്രെയിനേജ്, ഇലക്ട്രിസിറ്റി, വാട്ടർ സപ്ലൈ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസൊക്കെ എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. പിന്നെന്താ പറയുന്നത്, പ്രൊമോട്ട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുക.
പ്രൊവൈഡ് ടെക്നിക്കൽ അസിസ്റ്റൻസ്, സാങ്കേതികപരമായിട്ടുള്ള സഹായം സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് കൊടുക്കുക. പിന്നെ എന്താണ്, പ്രൊമോട്ട് സ്കിൽഡ് ലേബർ ത്രൂ സെറ്റിംഗ് അപ്പ് ദ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്കിൽഡ് ലേബർ ത്രൂ ദ സെറ്റിംഗ് അപ്പ് ദ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്കിൽഡ് ലേബർ നല്ല കഴിവുള്ള എംപ്ലോയീസിന് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ കൊടുത്ത് എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. പിന്നെ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ, KVIC ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ക്രിയേറ്റ് ബൈ ആൻ പാർലമെൻറ്റിലൂടെ കൊണ്ടുവന്നൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റിൽ ബില്ല് പാസ്സാക്കി കൊണ്ടുവരുന്ന ഓർഗനൈസേഷൻസിനെയാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, എസ്റ്റാബ്ലിഷ് ഏപ്രിൽ 1957, 1957 തുടങ്ങി. ഇറ്റ് ലുക്ക് ഓവർ ദി വർക്ക് ഓഫ് ദി ഫോർമർ ഓഫ് ഓൾ ഇന്ത്യ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ്. ഇത് ഫംഗ്ഷൻ അണ്ടർ ദി അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓഫ് മിനിസ്ട്രി ഓഫ് അഗ്രോ ആൻഡ് റൂറൽ ഇൻഡസ്ട്രീസ്. ഓക്കെ, റൂറൽ ആൻഡ് ഇൻഡസ്ട്രിയുടെ അണ്ടറിലാണ് ഏത് വരുന്നത്, ഖാദി ആൻഡ് വില്ലേജ് ബോർഡൊക്കെ വരുന്നത്. ലക്ഷ്യം വേറൊന്നുമല്ല, ഒന്ന് സോഷ്യൽ ഒബ്ജക്റ്റീവ് പ്രൊവൈഡിങ് എംപ്ലോയ്മെൻറ്റ്, എല്ലാവർക്കും എന്ത് ചെയ്യുക, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ബിസിനസ്സൊക്കെ സെറ്റ് ചെയ്യുക. എക്കണോമിക് ഒബ്ജക്റ്റീവാണ് പ്രൊഡ്യൂസിങ് സീലബിൾ ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏറ്റവും നൂതനമായിട്ടുള്ള പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുക, നമ്മുടെ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുക. ദി വൈഡർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്രിയേറ്റിംഗ് സെൽഫ് റിലയൻസ്, സ്വയം പര്യാപ്തത ഉറപ്പുവരുത്തുക. പിന്നെ അടുത്ത് പഠിക്കാനുള്ളതാണ് ബിസിനസ് ഇൻക്യുബേഷൻ. എന്താണ് ഇൻക്യുബേഷൻ? ഇൻക്യുബേഷൻ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, പക്ഷേ എനിക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വലിയ മിഷനറിയൊന്നും എൻ്റെ കയ്യിലില്ല. അങ്ങനെയാണെങ്കിൽ ഗവൺമെൻറ് എന്ത് ചെയ്യാം, ഗവൺമെൻറ് എനിക്ക് മിഷനറിയൊക്കെ എനിക്ക് തരും. ഒരു ഇൻക്യുബേഷൻ സെൻറ്റർ കാണും, ഞാൻ അവിടെ ചെന്ന് ഗവൺമെൻറ്റിൻ്റെ മിഷനറിയൊക്കെ ഉപയോഗിച്ച് എനിക്ക് സാധനം ഉണ്ടാക്കാം, എന്നിട്ട് ഞാൻ മാർക്കറ്റിലിറക്കി ആ പ്രോഡക്റ്റ് വിജയിക്കണമെങ്കിൽ മാത്രം ഞാൻ സ്വന്തമായിട്ട് എന്താണ് മിഷനറിയൊക്കെ വാങ്ങിച്ചാൽ മതിയാവും. അല്ലാത്ത പക്ഷം ഞാനിപ്പോൾ സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, ഞാൻ വലിയ മിഷനറിയൊക്കെ വാങ്ങിച്ചിടുകയാണ്, പക്ഷേ ബിസിനസ് പൊളിഞ്ഞു പോയാൽ ഞാൻ വലിയ കടക്കാരനാവും, ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഇൻക്യുബേഷൻ സെൻറ്റർ, പരീക്ഷണ സെൻറ്റർ. ഞാൻ അവിടെ ചെന്ന് ഗവൺമെൻറ്റിൻ്റെ മിഷനറിയൊക്കെ ഉപയോഗിച്ച് സാധനങ്ങൾ ഉണ്ടാക്കി ഞാൻ വിൽക്കും. ഓക്കെ, അപ്പോൾ ഒരുപാട് പേര് വാങ്ങുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും, കൂടുതൽ ലാഭം എനിക്ക് കിട്ടും, എനിക്ക് ധൈര്യമായിട്ട് ബിസിനസ് തുടങ്ങാനായിട്ട് പറ്റും. ഇറ്റ്സ് എ പബ്ലിക് പ്രൈവറ്റ് എൻ്റർപ്രണോറിയൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് പ്രോസസ് ഡിസൈൻഡ് ടു നേച്ചർ ഓഫ് ബിസിനസ് ഐഡിയാസ് ത്രൂ എ കോംപ്രഹെൻസീവ് ബിസിനസ് സപ്പോർട്ട് പ്രോഗ്രാം. ഇതൊരു ബിസിനസ് സപ്പോർട്ട് പ്രോഗ്രാമാണ്. നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ബിസിനസ് എന്ത് ചെയ്യുക, നമുക്കതിനെ വളർത്തിയെടുക്കാം. എങ്ങനെ, ഹെൽപ്പ് ദം എസ്റ്റാബ്ലിഷ് ആൻഡ് ആക്സിലേറ്റർ ദെയർ ഗ്രോത്ത് ആൻഡ് സക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് എ പബ്ലിക് പ്രൈവറ്റ് എൻ്റർപ്രണോറിയൽ അതിൻ്റെ സോഷ്യൽ ഡെവലപ്മെൻറ്റ് പ്രോസസ്സാണ്. ഇതെന്താണ്, ബിസിനസ് ഐഡിയ ത്രൂ എ കോംപ്രഹെൻസീവ് ബിസിനസ് സപ്പോർട്ട് പ്രോഗ്രാം. ബിസിനസ് ഐഡിയ നമ്മളിൽ കാണും, പക്ഷേ നമുക്ക് അതിനുള്ള എക്യുപ്മെൻറ്റ്സ് ഒന്നും കാണില്ല. ഗവൺമെൻറ് നമുക്ക് എന്ത് തരും, ബിസിനസ് സപ്പോർട്ട് പ്രോഗ്രാം തരും. അതുവഴി നമുക്ക് നമ്മുടെ ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യാം. റോൾ ഓഫ് ഇൻക്യുബേഷൻ, ക്രിയേറ്റിംഗ് ജോബ്സ് ആൻഡ് വെൽത്ത്, എന്ത് ചെയ്യുക, ക്ഷേമം ക്രിയേറ്റ് ചെയ്യുക, ജോലി ക്രിയേറ്റ് ചെയ്യുക. ഫോസ്റ്ററിങ് എ കമ്മ്യൂണിറ്റി എൻ്റർപ്രണോറിയൽ ക്ലൈമറ്റ്, ഓക്കെ, ഒരു വ്യാവസായിക കാലാവസ്ഥ ചിത്രീകരിച്ചെടുക്കുക. ടെക്നോളജി കൊമേഴ്സ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ടെക്നോളജി സാങ്കേതികപരമായ വാണിജ്യവൽക്കരണം ഉറപ്പുവരുത്തണം. സാങ്കേതിക സഹായങ്ങൾ ആർക്കും കിട്ടാതെ പോകരുത്. കാശുള്ളവന് മാത്രമേ വലിയ മിഷനറി വാങ്ങാവൂ, അല്ലെങ്കിൽ വലിയ മിഷനറി കയ്യിൽ വച്ചിരിക്കാവൂ എന്നുള്ള സാധ്യതകളൊക്കെ എന്തെങ്കിലും എടുത്ത് കളയുക. ഡൈവേഴ്സിഫൈങ് ലോക്കൽ എക്കണോമിയെ ഡൈവേഴ്സിഫൈ ചെയ്യുക. പിന്നെ എന്താണ്, ബിൽഡിംഗ് ഓർ ആക്സലറേറ്റിംഗ് ഗ്രോത്ത് ഓഫ് ലോക്കൽ ഇൻഡസ്ട്രി കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ബിൽഡിംഗ് ആൻഡ് ആക്സലറേറ്റിംഗ് ദ ഗ്രോത്ത് ഓഫ് ലോക്കൽ ഇൻഡസ്ട്രി, സ്മാൾ ഇൻഡസ്ട്രീസ്, നമ്മുടെ തൊട്ടടുത്തുള്ള ലോക്കൽ ഇൻഡസ്ട്രീസിനൊക്കെ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. ബിസിനസ് ക്രിയേഷൻ ആൻഡ് റിട്ടൻഷൻ, ഓക്കെ, ബിസിനസ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും എന്ത് ചെയ്യുക, എല്ലാവർക്കും ബിസിനസ്സിൽ കാലെടുത്ത് വെക്കാനുള്ള സൗകര്യങ്ങൾ എന്താ ചെയ്യുക, ഒരുക്കി കൊടുക്കുക. അത് ബിസിനസ് ഇൻക്യുബേഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. പിന്നെ എന്താണ്, എൻകറേജിങ് വിമൻ ഓർ മൈനോറിറ്റി എൻ്റർപ്രണർഷിപ്പ്, സ്ത്രീകളെ എന്താണ് വ്യവസായത്തിലോട്ട് കൊണ്ടുവരിക. വിമൻ എൻ്റർപ്രണർഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്, അല്ലേ. അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ ആവശ്യമായിട്ടുള്ള സപ്പോർട്ടൊക്കെ കൊടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ബിസിനസ് ഇൻക്യുബേഷൻസ് എന്ന് പറയുന്നത്.